ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ. നമ്മൾ 2 ദിവസമായി കണ്ടിട്ടല്ലേ? അപ്പോൾ ഇന്ന് പുതിയൊരു ക്ലാസ്സിലേക്ക് പോവുകയാണ്. ഇപ്പം എന്താണ് പഠിക്കാനുള്ളത്? ഇന്ന് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ജീവശാസ്ത്ര മേഖലയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിനകത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ PSCയിൽ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണ് പുരസ്കാരം? ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം. എന്താണ് ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം? അതായത് വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന ബഹുമതി. എവിടുത്തെ? ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം. അടുത്തത്, പാലക്കാട് പ്ലാച്ചിമടയിലെ കൊക്കക്കോള ഫാക്ടറി ഭൂഗർഭജലം അമിതമായി ചൂഷണം ചെയ്യുന്നതിനും പരിസ്ഥിതി മലിനീകരണത്തിനുമെതിരെ 2002 മുതൽ, എത്രയാണ് വർഷം ഓർത്തു വെക്കുക, 2002 മുതൽ നടന്നു വന്ന സമരം. ഏതാണ് ആ സമരം? ക്വസ്റ്റ്യനിൽ തന്നെയുണ്ട്. പ്ലാച്ചിമട സമരമാണ് അത്. പ്ലാച്ചിമട സമരനായിക ആരാണ്? ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാച്ചിമട സമരനായിക മൈലമ്മയാണ്. ആരാണ്? മൈലമ്മ. ഇനി കുറച്ച് നിയമങ്ങളും വർഷങ്ങളും നമുക്ക് നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരിസ്ഥിതിയുമായി ചോദിക്കുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതിന്റെ വർഷങ്ങളാണ് ഇമ്പോർട്ടന്റ്. നമുക്ക് നോക്കാം. ജലമലിനീകരണ നിയന്ത്രണ നിയമം, അത് 1974 എന്ത്? ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974. അടുത്തത് വായു മലിനീകരണ നിയന്ത്രണ നിയമം. അതെന്താണ്? 1981. നെക്സ്റ്റ് വൺ പരിസ്ഥിതി സംരക്ഷണ നിയമം 1986. എത്രയാണ്? 1986. ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ജലം വായു പരിസ്ഥിതി എന്നോർത്ത് വെക്കുക. എന്തെന്നോർത്ത് വെക്കണം? ജലം വായു പരിസ്ഥിതി. എന്നിട്ട് 74, 81, 86. ഒരു നമ്പർ ഓർത്ത് വെക്കുന്ന പോലെ ഓർത്ത് വെക്കുക. 74, 81, 86. അപ്പൊ എങ്ങനെയാണ്? ജലം വായു പരിസ്ഥിതി 74, 81, 86. ഇങ്ങനെ ഓർത്ത് വെച്ചാൽ നമുക്ക് ഈ 3 ഇയറുകളും കിട്ടും. എല്ലാം 1900 ആണ്. 74, 81, 86 ജലം വായു പരിസ്ഥിതി. ഇനി 2002 വന്നൊരു നിയമമാണ് ജൈവ വൈവിധ്യ നിയമം. അത് 2002. എന്താണ്? ജൈവ വൈവിധ്യ നിയമം 2002. ഇനി നമുക്ക് 2 കാര്യങ്ങള് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ആഗോളതാപനവും ഹരിതഗ്രഹ പ്രവാഹവും. ആഗോളതാപനം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ വാർമിങ്, ഹരിതഗ്രഹ പ്രവാഹം ഗ്രീൻ ഹൗസ് എഫക്റ്റ്. മനസ്സിലായല്ലോ? ആഗോളതാപനം ഗ്ലോബൽ വാർമിങ്, ഹരിതഗ്രഹ പ്രവാഹം ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പൊ ഇതെന്താന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ആദ്യം നമുക്ക് ആഗോളതാപനം എന്താന്ന് നോക്കാം. വനനശീകരണം, വ്യവസായവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നമാണ് ആഗോളതാപനം. അപ്പം എന്തൊക്കെ മൂലമാണ്? വനനശീകരണം, വ്യവസായവൽക്കരണം തുടങ്ങിയ മനുഷ്യനിർമ്മിത പ്രവൃത്തികൾ മൂലം ഉണ്ടാകുന്ന സംഭവം. അത് കാർബൺ ഡയോക്സൈഡിന്റെ അളവ് പരിസ്ഥിതിയിൽ കൂടുന്നു. അതാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹരിതഗ്രഹ പ്രവാഹം? ഹരിതഗ്രഹ പ്രവാഹം എന്തെന്ന് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രകാശവും ചൂടും, സൂര്യൻ ഭൂമിയിലേക്ക് പ്രകാശവും ചൂടും നൽകുന്നു. അല്ലെ? പ്രകാശമുണ്ട്, ചൂടുണ്ട്. ഇതെല്ലാം ആരാണ് നൽകുന്നത്? സൂര്യനാണ് ഭൂമിയിലേക്ക് നൽകുന്നത്. അങ്ങനെ കുറച്ച് ചൂട് ഭൂമി ആഗിരണം ചെയ്ത് ബാക്കി അന്തരീക്ഷത്തിൽ പ്രതിഫലിക്കുന്നു. ഭൂമി ആഗിരണം ചെയ്യാന്ന് പറഞ്ഞാൽ ഭൂമി അത് അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് എന്ത് ചെയ്തു? അവിടെ പ്രതിഫലിച്ച് നിർത്തുന്നു. ഹരിതഗ്രഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ് CO2, കാർബൺ ഡയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല CO2, CH4 മീഥെയ്ൻ, N2O നൈട്രസ് ഓക്സൈഡ്, ജലവാതകം വാട്ടർ വേപ്പർ, ഓസോൺ O3 തുടങ്ങിയവ പ്രതിഫലിച്ച ചൂടിന്റെ ഒരു ഭാഗം തടഞ്ഞ് ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. അങ്ങനെ ഈ വാതകങ്ങൾ ഭൂമിയെ ചൂടായി നിലനിർത്തുന്നു.
അപ്പം കുറച്ച് വാതകങ്ങളെ ആഗിരണം ചെയ്തിട്ട് ബാക്കി അവിടെ പ്രതിഫലിച്ച് നിർത്തുന്നു. ഈ പറഞ്ഞ വാതകങ്ങൾ അവയെ എന്ത് ചെയ്യുന്നു? തടഞ്ഞു നിർത്തിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചുവിടുന്നു. അങ്ങനെ ഈ വാതകങ്ങൾ ഭൂമിയെ ചൂടായിട്ട് നിലനിർത്തുന്നു. അപ്പൊ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്, അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിൽ ഹരിതഗ്രഹ പ്രവാഹം എന്ന് പറയുന്നത്. ഇനി അപ്പം നമ്മൾ ആഗോള താപനവും നോക്കി, ഹരിതഗ്രഹ പ്രവാഹവും നോക്കി. അതിനകത്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്. ഹരിതഗ്രഹ പ്രവാഹത്തിനും ആഗോള താപനത്തിനും കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? CO2, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രധാന വാതകം. ഇനി ഹരിതഗ്രഹ പ്രവാഹത്തിനും ആഗോളതാപനത്തിനും കാരണമാകുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഒന്നുകൂടെ പറയുകയാണ്. മീഥെയ്ന്, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഒക്കെ എന്താണ് ആകുന്നതാണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺ CFCS ആണ്. CFCS എന്താണ്? റെഫ്രിജറേറ്ററിൽ നിന്നും എയർ കണ്ടീഷണറിൽ നിന്നും ഒക്കെ പുറത്തു പോകുന്ന വാതകമാണ് CFCS. ഇനി ഒരു ഇമ്പോർട്ടന്റ് ഫാക്ട് നമുക്ക് നോക്കാം. വായു മലിനീകരണം കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി പേട് ലഗാവോ പരിവരൻ ബച്ചാവോ പ്ലാന്റ് ട്രീസ് സേവ് എൻവയോൺമെന്റ് സംരംഭം ആരംഭിച്ച കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ആ കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. അപ്പൊ ഏതാണ് ആ സംരംഭത്തിന്റെ പേരെന്താണ്? പേട് ലഗാവോ പരിവൻ ബച്ചാവോ പ്ലാന്റ് ട്രീസ് സേവ് എൻവയോൺമെന്റ്. ഇനി വായു മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും. എന്തൊക്കെയാണ്? മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളും പ്രകൃതി പ്രതിഭാസങ്ങളും. അതിനകത്ത് ഈ മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ വരുമെന്ന് നോക്കാം. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള പുക. വാഹനങ്ങളിൽ നിന്നും ഫാക്ടറികളിൽ നിന്നുമുള്ള പുക നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് ദോഷം ചെയ്യുന്നതാണ് കാർബൺ മോണോക്സൈഡ് ആണത്. CFCS ഞാൻ പറഞ്ഞു, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, പിന്നെ വനനശീകരണം തുടങ്ങിയവയൊക്കെയാണ് എന്താ? മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ, വായു മലിനീകരണത്തിന് കാരണമാകുന്ന മനുഷ്യനിർമ്മിത പ്രവർത്തനങ്ങൾ. ഇനി പ്രകൃതി പ്രതിഭാസങ്ങൾ ഏതൊക്കെയായിരിക്കും? ഈ പ്രകൃതി പ്രതിഭാസങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, കാട്ടുതീ, പൊടിക്കാറ്റുകൾ തുടങ്ങിയവ മൂലം അന്തരീക്ഷത്തിലെ വായു മലിനീകരിക്കപ്പെടുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങളിൽ നിന്നുണ്ടാകുന്ന വായു മലിനീകരണത്തിനുള്ള കാര്യങ്ങളാണ്. ഇനി 2022 നമുക്കൊരു 10th ലെവൽ പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രധാന ഉറവിടം. ഇത്രയും ക്ലാസ് കേട്ട ആ ഒരു ഇതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രമിച്ചു നോക്കുക. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രധാന ഉറവിടം എവിടുന്നാണ്? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. വാഹനങ്ങളിൽ നിന്നുള്ള പുക. അപ്പൊ ഇത്ര ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാം, പഠിക്കാം. അപ്പോഴും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.